നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പരുഷമായ വാക്കുകളിൽ നിന്നും തിടുക്കത്തിലുള്ള വിധി ന്യായങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയെന്ന് ലിയോ 14 പാപ്പായുടെ നോമ്പുകാല സന്ദേശം. അപരനുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് ശ്രവിക്കുവാനുള്ള ആഗ്രഹത്തിൽ നിന്നാണെന്നും പാപ്പ. ദൈവിക രഹസ്യങ്ങൾ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ തിരികെ സ്ഥാപിക്കാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന സമയമാണ് നോമ്പുകാലമെന്നും സന്ദേശത്തിൽ വിശ്വാസികളോട് പാപ്പ. നോമ്പുകാലം മാനസാന്തരത്തിനുള്ള സമയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും തിരുവചനത്തിന് ചെവി കൊടുത്തുകൊണ്ടും ആത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഈ സമയം ഫലപ്രദമാക്കാമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടുമുള്ള ലിയോ 14 പാപ്പയുടെ നോമ്പുകാല സന്ദേശം പ്രസിദ്ധീകരിച്ചു. ശ്രവിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, കൂട്ടായ്മയിൽ ജീവിക്കുക എന്നിങ്ങനെയുള്ള നോമ്പുകാല ചൈതന്യങ്ങളെ പാപ്പ സന്ദേശത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു. ഇത്തവണ നോമ്പുകാലത്ത് തിരുവചനം വായിക്കുവാനും ശ്രവിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. മറ്റൊരാളെ ശ്രവിക്കുവാനുള്ള ആഗ്രഹമാണ് ആ വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള പ്രാരംഭമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ നമ്മെ കടന്നുപോകുന്ന നിരവധി ശബ്ദങ്ങളിൽ തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വരം തിരിച്ചറിയുവാൻ ഈ ശ്രവണം നമ്മെ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. നോമ്പ് ശ്രവിക്കുവാനുള്ള സമയമാണെങ്കിൽ ദൈവവചനത്തെ സ്വാഗതം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മൂർദ്ധമായ പ്രവർത്തനമാണ് ഉപവാസമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. പുരാതനവും പകരം വയ്ക്കാനാവാത്തതുമായ ആത്മീയ വ്യായാമമാണിതെന്നും നമ്മുടെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതമെന്ന് നാം കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാകാൻ ഇത് നമ്മെ സഹായിക്കുമെന്നും പാപ്പ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഉപവാസം ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ലെന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ അയൽക്കാരനെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപേക്ഷിക്കുവാനും കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, ജോലിസ്ഥലത്ത്, സമൂഹ മാധ്യമങ്ങളിൽ, രാഷ്ട്രീയ സംവാദങ്ങളിൽ, മാധ്യമങ്ങളിൽ, ക്രിസ്തീയ സമൂഹങ്ങളിൽ അപവാദങ്ങൾക്ക് പകരം വാക്കുകൾ അളന്നുപയോഗിക്കുവാനും ദയാപൂർവമായ പെരുമാറ്റം വളർത്തിയെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. നോമ്പുകാലം കൂട്ടായ്മയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഇടവകകൾ, കുടുംബങ്ങൾ, സഭാ കൂട്ടായ്മകൾ, മതസമൂഹങ്ങൾ എന്നിവ നോമ്പുകാലത്ത് പങ്കുവയ്ക്കലിന്റെ യാത്ര നടത്തണമെന്നും ഓർമ്മിപ്പിച്ചു. കഷ്ടപ്പെടുന്നവരുടെ നിലവിളി സ്വാഗതം ചെയ്യപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളായി നമ്മുടെ സമൂഹങ്ങൾ മാറാൻ ഏവരും പ്രതിജ്ഞാബദ്ധരാകണമെന്നും പാപ്പ സന്ദേശത്തിൽ ഏവരെയും ആഹ്വാനം ചെയ്തു. നോമ്പുകാല തീർത്ഥാടനത്തിന് ദൈവാനുഗ്രഹങ്ങളും പാപ്പ ഏവർക്കും നേർന്നു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ സ്കൂളിലും സമീപത്തെ വീട്ടിലും നടന്ന വെടിവെപ്പിൽ അക്രമി ട്രാൻസ്ജെൻഡർ എന്ന റിപ്പോർട്ട്. 18 വയസ്സ് ജെസ്സി വാൻ റൂട്ട്സെല്ലറാണ് അക്രമി. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ പ്രതിയടക്കം 10 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വെടിവെപ്പിലെ അക്രമി ട്രാൻസ്ജെൻഡർ എന്ന് സ്ഥിരീകരിച്ച് പോലീസ്. 18 വയസ്സുള്ള ജെസ്സി വാൻ റൂട്ട്സെല്ലറാണ് അക്രമി. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലും സമീപത്തെ വീട്ടിലുമാണ് വെടിവെപ്പുണ്ടായത്. ശേഷം അക്രമിയും സ്വയം വെടിയുതിർത്ത് മരിച്ചു. മരിച്ചവരിൽ 5 പേർ വിദ്യാർത്ഥികളാണ്. അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ജെസ്സി സ്കൂളിൽ ആക്രമണത്തിനെത്തിയത്. ഇതേ സ്കൂളിലാണ് മുൻപ് ജെസ്സി പഠിച്ചിരുന്നത്. എന്നാൽ 4 വർഷം മുമ്പ് ജെസ്സി പഠനം സ്വയം ഉപേക്ഷിച്ചെന്നാണ് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപും ഒട്ടേറെ തവണ അക്രമി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ലൈസൻസുള്ള തോക്ക് മുൻപ് ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. എന്നാൽ നിലവിൽ ലൈസൻസ് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. വെടിവെപ്പിൽ 25 പേർക്കാണ് പരിക്കേറ്റത്. സ്കൂളിനുള്ളിൽ കുട്ടികളും ടീച്ചറുമടക്കം 6 മൃതദേഹങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. മറ്റൊരാൾ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിച്ചു. അക്രമിയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെയും സഹോദരന്റെയും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയും പ്രതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തതോടെ ആകെ മരണം 10 ഉയർന്നു. വെടിവെപ്പ് അറിഞ്ഞെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും അക്രമി വെടിയുതിർത്തിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യം നിസ്സാരവൽക്കരിച്ച ന്യൂയോർക്ക് മേയർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം രൂക്ഷം. ന്യൂയോർക്ക് സിറ്റിയിലെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മാംദാനി പുതിയ കത്തോലിക്ക ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല. ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതോടെ ഏകദേശം 100 വർഷം പഴക്കമുള്ള പാരമ്പര്യത്തിനാണ് മേയർ മാംദാനി മുറിവേൽപ്പിച്ചത്. 100 വർഷത്തോളം പഴക്കമുള്ള ആചാരങ്ങളിൽ ന്യൂയോർക്കിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയർ സൊഹ്റാൻ മംദാനി പങ്കെടുത്തിരുന്നില്ല എന്ന വിവരം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകപ്പെട്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ന്യൂയോർക്കിലെ കത്തോലിക്ക ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ന്യൂയോർക്ക് മേയറുടെ സാന്നിധ്യം അറിയിക്കുക എന്നത്. സെന്റ് പാട്രിക്സ് കത്തീഡ്രലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതോടെ ഏകദേശം 100 വർഷം പഴക്കമുള്ള പാരമ്പര്യത്തിനാണ് മേയർ മംദാനി മുറിവേൽപ്പിച്ചത്. എന്നാൽ മുഴുവൻ നഗരത്തിന്റെ നേതാവെന്ന നിലയിൽ ന്യൂയോർക്കിലെ മതസാംസ്കാരിക മേഖലയിൽ പ്രധാനപ്പെട്ട പരിപാടികളിൽ മേയർ സന്നിഹിതനാകേണ്ടതാണ്. അതിൽ നിന്നാണ് മംദാനി
മംധാനി വിട്ടുനിന്നത്. ന്യൂയോർക്ക് ഡെയിലി ന്യൂസിന്റെ എഡിറ്റോറിയൽ കോളത്തിൽ ഇതിനെതിരെ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു. ഒരു പുതിയ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ന്യൂയോർക്കിലെ കത്തോലിക്കർക്ക് മാത്രമല്ല നഗരത്തിനും രാജ്യത്തിനും തന്നെ പ്രാധാന്യമുള്ള സംഭവമാണെന്ന് ഡെയിലി ന്യൂസ് വിലയിരുത്തി. ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പിനെ അമേരിക്കൻ സഭയുടെ യഥാർത്ഥ നേതാവെന്ന നിലയിലാണ് കാണുന്നതെന്നും ഡെയിലി ന്യൂസ് പത്രം ഓർമ്മിപ്പിച്ചു. പതിറ്റാണ്ടുകളായി ന്യൂയോർക്ക് മേയർമാർ ഇത്തരം ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നുവെന്ന പാരമ്പര്യം ചൂണ്ടിക്കാട്ടിയ ഡെയിലി ന്യൂസ് സെന്റ് പാട്രിക്സിലെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതോടെ മംധാനി ആ പാരമ്പര്യം ലംഘിച്ചിരിക്കുന്നു എന്നും വിമർശിച്ചു. ഡിസംബർ 18-നാണ് ലയോ 14 മാർപ്പാപ്പ 17 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം വിരമിച്ച കർദിനാൾ തിമോത്തി ഡോളിന് പകരമായി ബിഷപ്പ് റൊണാൾഡ് ഹിക്സിനെ ന്യൂയോർക്കിന്റെ പുതിയ ബിഷപ്പായി നിയമിച്ചത്. അതിനുശേഷം സ്ഥാനാരോഹണ ചടങ്ങിന് ഏകദേശം 50 ദിവസത്തെ സമയം ഉണ്ടായിരുന്നുവെന്നും ആ കാലയളവിൽ നിയുക്ത മേയറായ മംധാനി ആർച്ച് ബിഷപ്പുമായി ആശയവിനിമയം നടത്തേണ്ടതായിരുന്നുവെന്നും ഡെയിലി ന്യൂസ് കുറ്റപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ സെന്റ് പാട്രിക്സിൽ നിന്ന് 10 ബ്ലോക്കിൽ താഴെ അകലെയുള്ള ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന വാർഷിക പ്രാർത്ഥനാ പ്രഭാത ഭക്ഷണത്തിൽ മേയർ പങ്കെടുത്തിരുന്നതിനാൽ ഉച്ചകഴിഞ്ഞുള്ള സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നുവെന്ന് പത്രങ്ങൾ വിലയിരുത്തി. ന്യൂയോർക്ക് പോസ്റ്റ് മേയറുടെ അസാന്നിധ്യത്തെ ശക്തമായി വിമർശിച്ചു. ഏകദേശം 100 വർഷത്തിനിടയിൽ ആദ്യമായി ദശലക്ഷക്കണക്കിന് കത്തോലിക്കരെ അവഗണിച്ചുകൊണ്ട് ഒരു നഗരത്തിന്റെ മേയർ പ്രാദേശിക ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ഒഴിവാക്കിയെന്ന് പത്രം കുറിച്ചു. മുൻ ന്യൂയോർക്ക് മേയർ എറിക് ആഡംസും വിഷയത്തിൽ പ്രതികരിച്ചു. ന്യൂയോർക്ക് നഗരത്തിന്റെ അടിത്തറ നമ്മുടെ മതസമൂഹങ്ങളാണ്. നഗരത്തിനായുള്ള കത്തോലിക്ക സഭയുടെ ദൈനംദിന സേവനം അനിവാര്യമാണ് എന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പുതിയ ആർച്ച് ബിഷപ്പിന് ഊഷ്മളമായ സ്വാഗതവും അദ്ദേഹം അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ വെടിനിർത്തൽ, ഇറാൻ ആണവ ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ട്രംപ് രണ്ടാമതും അധികാരമേറ്റെടുത്തതിനു ശേഷം ഇത് ഇരുവരും തമ്മിൽ നടത്തുന്ന 6ാമത്തെ കൂടിക്കാഴ്ചയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. 2025 തുടക്കത്തിൽ ട്രംപ് വീണ്ടും അധികാരമേറ്റെടുത്ത ശേഷം ഇരുവരും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. US മുന്നോട്ടുവച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഇറാൻ വിഷയവും ഇരുവരും ചർച്ച ചെയ്തു. 3 മണിക്കൂറോളമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഹമാസ് പൂർണ്ണമായും ആയുധം താഴെവയ്ക്കണമെന്ന് നെതന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു. ഗാസയിൽ ഒരു സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെ നിയമിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. നെതന്യാഹുവുമായുള്ള ചർച്ചകൾ മികച്ചതായിരുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കരാറിൽ എത്താനാണ് ശ്രമമെന്നും അങ്ങനെയുണ്ടായില്ലെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിനെ കാണുന്നതിന് മുൻപായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നെതന്യാഹു കണ്ടിരുന്നു. പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായി അദ്ദേഹം ഒപ്പുവയ്ക്കുകയും ചെയ്തു. ചർച്ചകൾ വിജയകരമെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. എന്നാൽ സംയുക്ത പ്രസ്താവനയോ വാർത്താ സമ്മേളനമോ ഇരു നേതാക്കളും നടത്തിയില്ല. പുതിയ സംരംഭവുമായി വത്തിക്കാൻ. ഇന്ന് ആഗോള റേഡിയോ ദിനമായി ആചരിക്കുമ്പോൾ ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ റേഡിയോ, വത്തിക്കാൻ ന്യൂസ് 7 ഭാഷകളിലായി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംരംഭം ആരംഭിക്കുന്നു. റേഡിയോയുടെ ഭാവി, നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നിവയെ കേന്ദ്രീകരിച്ച് 7 തീം പോഡ്കാസ്റ്റുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നത്. ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ റേഡിയോ, വത്തിക്കാൻ ന്യൂസ് 7 ഭാഷകളിലായി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംരംഭം ആരംഭിക്കുന്നു. റേഡിയോയുടെ ഭാവി, പൊതുസേവനത്തിന്റെ അതിന് പങ്ക്, നവീകരണം, മാധ്യമങ്ങളും സമൂഹവും തമ്മിലുള്ള ബന്ധം, നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നിവയെ കേന്ദ്രീകരിച്ച് 7 തീം പോഡ്കാസ്റ്റുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നത്. ഈ സംരംഭം ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 12-നാണ്. 2026 ലോക റേഡിയോ ദിനത്തിനായി തെരഞ്ഞെടുത്ത പ്രമേയം AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല എന്നതാണ്. ഈ പരിപാടികളുടെ ഹൃദയ കേന്ദ്രവും ഈ പ്രമേയത്തിൽ അധിഷ്ഠിതമായിരിക്കും. മനുഷ്യന്റെ ഉത്തരവാദിത്വവും വിവേചനാധികാരവും സംവാദത്തിലെ ആധികാരിക ശബ്ദത്തിന്റെ മൂല്യവും ഓർമ്മിപ്പിക്കുന്നതായ 2026 ലോക സാമൂഹിക ആശയവിനിമയ ദിനത്തിനുള്ള മാർപ്പാപ്പയുടെ സന്ദേശത്തെക്കുറിച്ചും ധ്യാനത്തിനും സംവാദത്തിനും ഈ പ്രമേയം കാരണഹേതുവാകും. ഈ 7 പരിപാടികൾ അന്താരാഷ്ട്ര വിദഗ്ധർ, പ്രക്ഷേപണ മേഖലയുടെ എക്സിക്യൂട്ടീവുമാർ, പണ്ഡിതന്മാർ, നവോത്ഥാന ചിന്തകർ, റേഡിയോയും മാധ്യമരംഗവും പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണലുകൾ എന്നിവരെ ഒരേ പാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. ശബ്ദം, ബന്ധം, അടുപ്പം എന്നിവയിൽ അടിയുറച്ച ആഴമേറിയ മാനുഷിക മാധ്യമമായ റേഡിയോ തന്റെ തനിമ നഷ്ടപ്പെടാതെ ഈ AI യുഗത്തിൽ എങ്ങനെ നിലനിൽക്കാമെന്നും വളരാമെന്നും പഠിപ്പിക്കുന്നതായിരിക്കും. പരിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന സീലോഹ കുളത്തിൽ നിന്ന് തുടങ്ങുന്ന 2000 വർഷം പഴക്കമുള്ള പാത വീണ്ടും തുറന്നു. യേശുവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അതിപുരാതന തീർത്ഥാടന പാത വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കുമായി തുറന്നു നൽകി. യേശുവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അതിപുരാതന തീർത്ഥാടക പാത വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കുമായി തുറന്നു. സീലോഹ കുളത്തിൽ നിന്ന് ആരംഭിച്ച് യഹൂദ ദേവാലയം നിലനിന്നിരുന്ന മോറിയ മലയിലേക്ക് നീളുന്നതാണ് ഈ പാത. 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ തീർത്ഥാടകർ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന വീതിയാണിത്. ഹെറോദോസ് രാജാവിന്റെയോ പന്തിയോസ് പിലാത്തോസിന്റെയോ നിർദ്ദേശപ്രകാരമാണ് ഈ പാത നിർമ്മിച്ചതെന്ന് ഗവേഷകർ കരുതുന്നു. AD 70 റോമാക്കാർ ജെറുസലേം നശിപ്പിച്ചപ്പോൾ ഈ പാത
മണ്ണിനടിയിലായി. എന്നാൽ ഇതേ മണ്ണ് ഒരു കവചമായി പ്രവർത്തിച്ചതിനാൽ പാത കാര്യമായ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. പാതയോടൊപ്പം തന്നെ ചരിത്രപ്രധാനമായ പല വസ്തുക്കളും ഖനനത്തിനിടയിൽ ലഭിച്ചു. വിശ്വാസികൾ ദേവാലയത്തിൽ കയറുന്നതിനു മുൻപ് ശുദ്ധി വരുത്തുവാൻ ഉപയോഗിച്ചിരുന്ന കുളം, പൊതു അറിയിപ്പുകൾ നൽകുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനുമായി ഉപയോഗിച്ചിരുന്ന പ്രസംഗവേദി തുടങ്ങിയവയും 20 വർഷത്തോളം നീണ്ട ഖനനത്തിൽ കണ്ടെത്തി. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ പാതയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർക്കും തങ്ങളുടെ പുരാതന ചരിത്രവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന യഹൂദ വിശ്വാസികൾക്കും ഏറെ പ്രധാനപ്പെട്ട ഇടമായി മാറുകയാണ് ഈ പാത. പീഡനങ്ങൾക്കിരയാകുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുവാൻ കൈകോർത്ത് അമേരിക്കയും ഹംഗറിയും. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും. ലോകമെമ്പാടും ക്രൂരമായ പീഡനങ്ങൾ നേരിടുന്ന വിശ്വാസികൾക്ക് സഹായം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. പീഡനങ്ങൾക്ക് ഇരയാകുന്ന ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംരക്ഷിക്കുന്നതിനായി അമേരിക്കയും ഹംഗറിയും കൈകോർക്കുന്നു. ഫെബ്രുവരി 4 വാഷിംഗ്ടൺ DC നടന്ന ചടങ്ങിലാണ് ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ലോകമെമ്പാടും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, സബ് സഹാറൻ ആഫ്രിക്ക എന്നീ മേഖലകളിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടുന്ന ക്രിസ്ത്യാനികൾക്കും മറ്റ് വിശ്വാസികൾക്കും സഹായം എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ക്രൈസ്തവരാണെന്നും എന്നാൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ മതപീഡനത്തിന് ഇരയാകുന്നവർക്ക് സഹായമെത്തിക്കുവാൻ US എല്ലാ സഖ്യകക്ഷികളോടും ആഹ്വാനം ചെയ്തു വരികയാണ്. ഈ ആഹ്വാനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ച രാജ്യമാണ് ഹംഗറി. പീഡിത ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിൽ ഹംഗറിയുടെ നേതൃത്വം ഇതിലൂടെ ഉറപ്പിച്ചിരിക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രത്യേക സർക്കാർ വകുപ്പ് തന്നെയുള്ള രാജ്യമാണ് ഹംഗറി. ഹംഗറി ഹെൽപ്സ് എന്ന പദ്ധതിയിലൂടെ 50ഓളം രാജ്യങ്ങളിൽ അവർ സഹായം എത്തിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഹംഗറിയുടെ നേതൃത്വത്തെ അമേരിക്കൻ ഭരണകൂടം അഭിനന്ദിച്ചു. വേട്ടക്കാരന്റെ കയ്യിൽ ഇരയെ ഏൽപ്പിച്ച് പാകിസ്ഥാൻ കോടതി വിധി. നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും ഇരയായ 13-കാരി മരിയ ഹാഷ്ബാസിനെ തട്ടിക്കൊണ്ടുപോയ ഇസ്ലാം മതസ്ഥന് വിട്ടു നൽകി പാകിസ്ഥാൻ കോടതി. പാകിസ്ഥാനിലെ ഒരു ഫെഡറൽ കോടതിയുടെ വിധി മനുഷ്യാവകാശ പ്രവർത്തകരെയും മതന്യൂനപക്ഷങ്ങളെയും നടുക്കിയിരിക്കുകയാണ്. 13 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടി മരിയ ഷഹബാസ് എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതം മാറ്റുകയും വിവാഹം കഴിക്കുകയും ചെയ്ത മുസ്ലിം യുവാവിന് തന്നെ കുട്ടിയുടെ കസ്റ്റഡി കോടതി അനുവദിച്ചു. 2025 ജൂലൈ 29 പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മരിയയെ ഷെഹ്രിയാർ അഹമ്മദ് എന്നയാൾ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ബലമായി ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും 30 വയസ്സുള്ള ഷെഹ്രിയാൻ അഹമ്മദ് അയാളുമായി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുവെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി മകളെ മോചിപ്പിക്കുവാൻ മാതാപിതാക്കൾ നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു. ക്രിസ്ത്യൻ ഡെയിലി റിപ്പോർട്ട് അനുസരിച്ച് കോടതി മരിയയുടെ ഔദ്യോഗിക ജനന സർട്ടിഫിക്കറ്റ് തള്ളിക്കളയുകയും വിവാഹം നിയമവിരുദ്ധമാണെന്ന മുൻ കോടതി കണ്ടെത്തലുകൾ നിരാകരിക്കുകയും ചെയ്തു. ഫെബ്രുവരി 3 പുറപ്പെടുവിച്ച ഈ വിധി മരിയയുടെ മാതാപിതാക്കളെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അവർ റിവ്യൂ പെറ്റീഷൻ നൽകാനും മറ്റ് നിയമപരവും മനുഷ്യാവകാശപരവുമായ വഴികൾ തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവം. പാകിസ്ഥാനിൽ ഓരോ വർഷവും 1000ഓളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരകളാകുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര സഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ വിരുദ്ധ പീഡനങ്ങളിൽ ലോകത്ത് 8ാം സ്ഥാനത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓപ്പൺ ഡോഴ്സ് 2026 വേൾഡ് വാച്ച് ലിസ്റ്റ് വ്യക്തമാക്കുന്നു. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ടർക്കിയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവേശിക്കുന്നതിന് വിലക്ക് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. സർക്കാരിന്റെ നടപടി ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീഷണിയും വിവേചനവുമാണെന്ന് ക്രിസ്ത്യൻ നിയമ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ചൂണ്ടിക്കാട്ടി. ഭൂരിപക്ഷ ഇസ്ലാമിക രാജ്യമായ തുർക്കിയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവേശിക്കുന്നതിന് വിശദീകരണമില്ലാത്ത വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. തുർക്കിഷ് സർക്കാരിന്റെ നടപടി ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീഷണിയും വിവേചനവുമാണെന്ന് ക്രിസ്ത്യൻ നിയമ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ചൂണ്ടിക്കാട്ടി. ഇതോടകം നിലവിൽ 20 കേസുകൾ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. 2019 മുതൽ തുർക്കി അധികാരികൾ ചില ക്രൈസ്തവരുടെ പാസ്പോർട്ടുകളിൽ N82, G87 തുടങ്ങിയ സുരക്ഷാ കോഡുകൾ അടയാളപ്പെടുത്തുന്നുണ്ടെന്നും സാധാരണയായി തീവ്രവാദ സ്വഭാവമുള്ളവർക്കായി നീക്കിവെച്ചിരിക്കുന്ന കോഡാണിതെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. കുറഞ്ഞത് 160 വിദേശീയരായ ക്രിസ്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ കോഡുകൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് അനൌദ്യോഗിക കണക്കാണെന്നും യഥാർത്ഥ എണ്ണം 300-ൽ അധികം കൂടുതലായിരിക്കുമെന്നും ക്രിസ്ത്യൻ നിയമ സംഘടന അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം പറഞ്ഞു. വർഷങ്ങളോളം രാജ്യത്ത് നിയമാനുസൃതമായ താമസവും സേവനവും ഉണ്ടായിരുന്നിട്ടും വിദേശയാത്ര ചെയ്ത ക്രൈസ്തവർക്ക് തുർക്കിയിലേക്ക് വീണ്ടും പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കേസുകൾ സംയുക്തമായി തുർക്കി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കുന്നതാണെന്നും യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് ചരിത്രപ്രസിദ്ധ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെയും ഇസ്താംബൂളിലെ ഫാത്തിക് ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന കോറയിലെ ഹോളി സേവ്യർ ബൈസന്റൈൻ ദേവാലയവും തുർക്കി ഭരിക്കുന്ന എർദോഗൻ ഭരണകൂടം മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരുന്നു.
അർജന്റീനയിൽ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് ട്രാൻസ്ജെൻഡർ വിവാഹം ആശീർവദിച്ചതായി റിപ്പോർട്ടുകൾ. സംഭവത്തിൽ അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് കൊറിയൻസ് അതിരൂപത. ജനുവരി 28-ന് ഔർ ലേഡി ഓഫ് പോംപെ ഇടവകയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന 2 വ്യക്തികൾ ഉൾപ്പെട്ട വിവാഹ ചടങ്ങ് നടന്നതിനെ തുടർന്ന് അച്ചടക്ക നടപടി വിലയിരുത്തുകയാണ് അർജന്റീനയിലെ കൊറിയൻസ് അതിരൂപതയിലെ സഭാധികാരികൾ. പൊതു അഭിമുഖത്തിലൂടെയാണ് സംഭവം പുറത്തുവരുന്നത്. പിന്നീട് രൂപത ഔദ്യോഗിക പ്രസ്താവനയിൽ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു. അർജന്റീനയുടെ ലിംഗ വ്യക്തിത്വ നിയമപ്രകാരം നിയമപരമായി പേരുകളും അടയാളങ്ങളും മാറ്റിയ ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ചടങ്ങിൽ ഉൾപ്പെട്ടത്. ഇടവക വിവാഹ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ട്രാൻസ്ജെൻഡർ കപ്പിൾസ് പറയുന്നു. എന്നാൽ ക്രൈസ്തവ വിവാഹം വെറും നിയമ നടപടിക്രമങ്ങളോ ആഘോഷങ്ങളോ അല്ലെന്നും അത് അടിസ്ഥാനപരമായി കൂദാശയാണെന്നും അതിരൂപത വൃത്തങ്ങൾ അറിയിച്ചു. വിവാഹം നടന്നുവെന്ന് അവകാശപ്പെടുന്നവർ ഇടവകയിൽ ആവശ്യമായ സഭാരേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും അംഗീകാരം നേടിയിട്ടില്ലെന്നും അതിരൂപത അറിയിച്ചു. ക്രിസ്തീയ വിവാഹത്തിന്റെ സാധുതയ്ക്കും അനുവാദത്തിനും അവശ്യ കാനോനിക്കൽ വ്യവസ്ഥകൾ ആവശ്യമാണെന്നും അതിരൂപത കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. സഭാധികാരികളുമായി കൂടിയാലോചിച്ച ശേഷം സാധ്യമായ കാനോനിക്കൽ അച്ചടക്ക നടപടികൾ വിലയിരുത്തുന്നതിനുള്ള എക്സ് ഒഫീഷ്യോ പ്രക്രിയ ആരംഭിച്ചതായും അതിരൂപത അറിയിച്ചു. സ്വകാര്യത ആശങ്കകൾ ചൂണ്ടിക്കാട്ടി രൂപത കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൂദാശകളുടെ സമഗ്രത സംരക്ഷിക്കുന്നതിനായി നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സഭാധികാരികൾ ശ്രമിക്കുന്നതായും കാത്തലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്തു. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.